ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലേക്ക് നോക്കാം. ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓവറായിട്ടുള്ള മസാലയൊന്നും ഇട്ടിട്ടുള്ള ചിക്കൻ മാരിനേഷൻ അല്ല, ഇത് സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് സോയ സോസും മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സോയ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്കും നമുക്കൊരു മാവ് കുഴച്ചെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ വരെ ഈസ്റ്റും കൂടി ചെറിയ ഒരു ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് അല്പസമയത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് വെച്ച ചിക്കനില്ലേ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയത് കൊണ്ട് തന്നെ വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാം ഫ്രൈ ആയി കഴിഞ്ഞിട്ടാകുമ്പം അത് മാറ്റി വെച്ചിട്ട് ആ സെയിം ഓയിലിലേക്ക് തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വലിയ കനത്തിൽ മുറിച്ചിട്ട 2 മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി വേണ്ടത് നമ്മൾ ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം ഒന്ന് ചെറുങ്ങനെ കട്ടാക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഒരു പകുതി തക്കാളി അതിൻ്റെ സീഡൊക്കെ കളഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് ഓയിലിൽ സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് സോയ സോസും ഒരു ടീസ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ഞാൻ ഓപ്ഷണലാണ്, ഒരു സ്ലൈസ്ഡ് ചീസും പിന്നെ മൊസറല്ല ചീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുത്താൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മയണൈസാക്കി മിക്സാക്കിയാലും മതി. ഇപ്പോൾ ഞാനിവിടെ മയണൈസ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഫില്ലിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലൊരു കനത്തിൽ കുറച്ച് വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ മൂടിയോ വെച്ചിട്ട് ഇതുപോലെ അടയാളം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫില്ലിങ് എത്രത്തോളം ആവശ്യമുണ്ടോ അത്ര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഷീറ്റും കൂടി ഇതുപോലെ വലുപ്പത്തിൽ പരത്തിയത് അതിന് മുകളിലേക്കായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് ഇതുപോലൊരു മൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓയിലിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ നോക്കണേ. താങ്ക്